ജഗന്നാഥ ക്ഷേത്രം ഭാരതത്തിന്റെ ആത്മീയ പൈതൃകത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു പ്രമുഖ വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രമാണ്. ഒഡീഷയിലെ പുരി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വിഷ്ണുവിന്റെ ഒരു രൂപമായ ഭഗവാൻ ജഗന്നാഥനെയും ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങളായ ബലരാമൻ, സുഭദ്ര എന്നിവരെയും ആരാധിക്കുന്നു. ഈ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി ഇന്ത്യയുടെ സാംസ്കാരികവും കലാപരവുമായ ഐക്യത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ്. 10ാം നൂറ്റാണ്ടിൽ കലിംഗ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയായി പണിതുയർത്തിയ ഈ ക്ഷേത്രം ചരിത്രത്തെയും പുരാണങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരു കണ്ണിയായി നിലകൊള്ളുന്നു. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ചരിത്രം പുരാണങ്ങളുമായി ഇഴചേർന്ന് കിടക്കുന്നു. പുരാണ കഥകൾ അനുസരിച്ച് സത്യയുഗത്തിലെ ഇന്ദ്രദ്യുമ്ന രാജാവിന്റെ കാലത്ത് ഭഗവാൻ ജഗന്നാഥന്റെയും സഹോദരങ്ങളായ ബലഭദ്രന്റെയും സുഭദ്രയുടെയും വിഗ്രഹങ്ങൾ ഒരു വലിയ വേപ്പുമരത്തിൽ നിന്ന് രൂപം കൊണ്ടുവെന്നാണ് വിശ്വാസം. ഈ മരം ഒരു ദിവസം കടൽ തീരത്ത് ഒലിച്ചിറങ്ങുകയും വിശ്വകർമാവ് ഒരു വൃദ്ധശില്പിയുടെ രൂപത്തിൽ വന്ന് ഈ വിഗ്രഹങ്ങൾ കൊത്തിയെടുക്കുകയും ചെയ്തു. ഈ ഐതിഹ്യം ക്ഷേത്രത്തിന്റെ ആത്മീയപരമായ ഉത്ഭവത്തെക്കുറിച്ച് ഭക്തരെ ഓർമ്മിപ്പിക്കുന്നു. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം കലിംഗ വാസ്തുവിദ്യയുടെ ഒരു മികച്ച ഉദാഹരണമാണ്. ഏകദേശം 65 മീറ്റർ ഉയരമുള്ള ഈ ക്ഷേത്രത്തിന് ഒരു പ്രധാന ശ്രീകോവിലും അതിനോട് ചേർന്ന് 4 മണ്ഡപങ്ങളുമുണ്ട്. ഇതിലെ വിമാന അഥവാ ശ്രീകോവിലാണ് പ്രധാന പ്രതിഷ്ഠകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനു മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന പിരമിഡ് ആകൃതിയിലുള്ള ശിഖരമാണ് പ്രധാന ആകർഷണം. ഭക്തർക്ക് പ്രാർത്ഥിക്കാനും ദർശനം നടത്താനും സൗകര്യമൊരുക്കുന്നതാണ് ജഗ്മോഹൻ അഥവാ പ്രധാന ഹാൾ. കൂടാതെ കലാരൂപങ്ങൾ അവതരിപ്പിക്കാനായി നാട്യമണ്ഡപവും ദൈവത്തിന് ഭക്ഷണം സമർപ്പിക്കാനായി ഭോഗമണ്ഡപവും ഇവിടെയുണ്ട്. ഈ 4 ഭാഗങ്ങളും ചേർന്നതാണ് ജഗന്നാഥ ക്ഷേത്രത്തിന്റെ വാസ്തുശില്പം. ക്ഷേത്ര സമുച്ചയം ഉയരമുള്ള കോട്ടമതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് ദിശകളിലായി 4 കവാടങ്ങളുണ്ട്. കിഴക്കേ കവാടമായ സിംഹദ്വാര ആണ് പ്രധാന പ്രവേശന കവാടം. ക്ഷേത്രത്തിൽ മണൽക്കല്ലുകളും ലാറ്ററൈറ്റും ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഹിന്ദു പുരാണങ്ങളിലെ കഥകളും ദേവതകളും ചിത്രീകരിക്കുന്ന അതിമനോഹരമായ കൊത്തുപണികൾ ഇവിടെ കാണാം. പ്രധാന ശിഖരത്തിനു മുകളിൽ ദിവസവും കൊടിമാറ്റുന്ന ഒരു ചടങ്ങുമുണ്ട്. ഇത് കപ്പലുകൾക്ക് ഒരു കാലത്ത് വഴികാട്ടിയായിരുന്നതിനാൽ ക്ഷേത്രം വെള്ളപ്പഗോഡ എന്നും അറിയപ്പെട്ടിരുന്നു. ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്ര എന്നിവരാണ്. ഈ 3 വിഗ്രഹങ്ങളും തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ അവയ്ക്ക് പ്രത്യേകമായ ഒരു രൂപമുണ്ട്. എല്ലാ 12 വർഷം കൂടുമ്പോഴും പുതിയ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന നവകോലിബരോ എന്ന ചടങ്ങും ക്ഷേത്രത്തിലെ ഒരു പ്രധാന ആചാരമാണ്. ജഗന്നാഥ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ സാധാരണ മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടതും വളരെ ലളിതവുമാണ്. ക്ഷേത്രത്തിൽ ഭഗവാനെയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളെയും ഒരു കുടുംബാംഗത്തെ പോലെയാണ് പരിചരിക്കുന്നത്. ഓരോ ദിവസവും രാവിലെ സംഗീതവും ആരതിയും അർപ്പിച്ച് ദേവന്മാരെ ഉണർത്തുന്നു. തുടർന്ന് അവരെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ അണിയിക്കുന്നു. ഭക്ഷണക്രമത്തിൽ രാവിലെ ഗോപാൽ ബല്ലഭ് എന്ന ലഘുഭക്ഷണവും രാവിലെ 10 മണിക്ക് രാജഭോഗ് എന്ന 2ാമത്തെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് മധ്യാഹ്ന ധൂപ എന്ന വിപുലമായ ഉച്ചഭക്ഷണവും നൽകുന്നു. വൈകുന്നേരം സന്ധ്യാധൂപ എന്ന ലഘുഭക്ഷണത്തിനും ദർശനത്തിനും ശേഷം ചന്ദനലാഗി ചടങ്ങിൽ തണുപ്പേകുന്ന ചന്ദനം ശരീരത്തിൽ പുരട്ടുന്നു. രാത്രി 10:30 ബഡസിംഹാർ ഭോഗ് എന്ന അത്താഴം നൽകിയ ശേഷം ദേവന്മാർക്ക് വിശ്രമിക്കാനായി കട്ടിലുകൾ ഒരുക്കുന്നു. ദിവസവും നടക്കുന്ന ഈ ചടങ്ങുകൾക്ക് പുറമെ നിരവധി ഉത്സവങ്ങളും ഇവിടെ ആഘോഷിക്കാറുണ്ട്. ജഗന്നാഥ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം രഥയാത്ര അഥവാ രഥോത്സവമാണ്. ഇത് എല്ലാ വർഷവും ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് നടക്കുന്നത്. ഈ ഉത്സവം ലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. ഉത്സവത്തിൽ ഭഗവാൻ ജഗന്നാഥൻ, ബലഭദ്രൻ, സുഭദ്ര എന്നിവരുടെ കൂറ്റൻ രഥങ്ങൾ ഭക്തർ കയർ വലിച്ച് ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ രഥങ്ങളിൽ നന്ദിഘോഷ ഏകദേശം 13.5 മീറ്റർ ഉയരവും 16 ചക്രങ്ങളുമാണ് ഉള്ളത്. ബലഭദ്രന്റെ രഥമായ താലധ്വജയ്ക്ക് 13.2 മീറ്റർ ഉയരവും 14 ചക്രങ്ങളുമുണ്ട്. സുഭദ്രയുടെ രഥമായ ദർപ്പദളനയ്ക്ക് 12.9 മീറ്റർ ഉയരവും 12 ചക്രങ്ങളുമാണ് ഉള്ളത്. ഈ കൂറ്റൻ രഥങ്ങളാണ് രഥയാത്രയുടെ പ്രധാന ആകർഷണം. ഈ രഥയാത്ര ആത്മീയമായി ഏറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങായി കണക്കാക്കപ്പെടുന്നു. ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് മോക്ഷം നൽകുമെന്നും ആത്മാവിനെ ശുദ്ധീകരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. രഥയാത്ര കൂടാതെ സ്നാനയാത്ര എന്ന ഒരു പ്രധാന ചടങ്ങുമുണ്ട്.
ഇതിൽ പ്രത്യേക രീതിയിലുള്ള വേഷവിധാനങ്ങൾ നൽകുന്നു. ഈ വർഷം നടന്ന രഥയാത്രയിൽ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ ഉണ്ടായ വീഴ്ചകൾ വലിയ വാർത്തയായിരുന്നു. ഗുണ്ടിച്ച ക്ഷേത്രത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും 3 പേർ മരിക്കുകയും 50-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ ലോകമെമ്പാടുമുള്ള വലിയ ആത്മീയ സംഗമങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ഗൗരവമായ ചിന്തകൾക്ക് വഴിവെക്കുന്നു. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം എന്നതിലുപരി ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെയും വിശ്വാസങ്ങളുടെയും പ്രതീകമാണ്. ഇത് ചരിത്രത്തിന്റെയും കലയുടെയും ആചാരങ്ങളുടെയും ഒരു സങ്കലനമാണ്. കാലാന്തരത്തിൽ പല വെല്ലുവിളികളെയും അതിജീവിച്ച് ഈ ക്ഷേത്രം തന്റെ ആത്മീയവും സാംസ്കാരികവുമായ പ്രാധാന്യം നിലനിർത്തിയിരിക്കുന്നു. ഇന്നും ദിനചര്യങ്ങളും ആചാരങ്ങളും ഭക്തർക്ക് ദൈവത്തോടുള്ള അഗാധമായ ബന്ധം ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ഭാരതത്തിന്റെ സമ്പന്നമായ പൈതൃകത്തിന്റെ ഓർമ്മപ്പെടുത്തലായും നിലകൊള്ളുന്നു.